ഡൽഹി ബോംബ് സ്ഫോടനത്തോടുകൂടി ഒരുപക്ഷെ പാകിസ്ഥാൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്നാണ് ഒരു സൂചന ലഭിക്കുന്നത്. അത് തിരിച്ചടി ശക്തമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. എൻ്റെ ഫസ്റ്റ് ഡോസ് ഇന്ന് തന്നെ കൊടുത്തു കഴിഞ്ഞു. പാകിസ്ഥാനിൽ ഇന്ന് ബോംബ് സ്ഫോടനം നടന്നു കഴിഞ്ഞു. ഇത് അതുകൊണ്ടൊന്നും അവസാനിക്കില്ല. ഇതിൻ്റെ വേരുകൾ തേടി ഇന്ത്യ ഗവൺമെൻറ് പോകും. അതിൻ്റെ വേരറുത്തിട്ടേ ഇന്ത്യ വിശ്രമിക്കൂ എന്നുള്ളതാണ് സത്യം. ഇതിപ്പോഴെടുത്ത സത്യമല്ല. പഹൽഗാം ആക്രമണം ഉണ്ടായതിന് ശേഷം നമ്മൾ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ നമ്മുടെ കാല് പിടിച്ച് പാകിസ്ഥാൻ അവസാനിപ്പിച്ചപ്പോൾ പറഞ്ഞ ഒരു വാചകമാണ്, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ ഒരു വാചകമാണ്, ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല. അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇപ്പം കാല് പിടിച്ചത് വെറുതെയാണ്. തൽക്കാലം നമ്മൾ അവരുടെ എയർബേസുകളെല്ലാം തകർത്ത് ഒരു ഫ്ലൈറ്റ് പോലും പൊങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ, ഒരു മിസൈൽ പോലും വിടാൻ പറ്റാത്ത അവസ്ഥയിൽ കറാച്ചി അടുത്ത സ്പോട്ടിൽ പിടിച്ചടക്കി അവരുടെ കര വ്യോമ നാവിക ബന്ധങ്ങളെ മുഴുവൻ നമ്മൾ തച്ചുടയ്ക്കും എന്ന് വന്നപ്പോൾ കിരാന കുന്നുകൾക്ക് വാതിലിന് മുന്നിൽ അണുബോംബ് ഇരിക്കുന്ന പ്രദേശത്തിൻ്റെ വാതിലിന് മുമ്പിൽ കൊണ്ട് ബ്രഹ്മോസ് മിസൈൽ ഇട്ടപ്പോൾ ഭയന്നുകൊണ്ടാണ് അവർ ഇന്ത്യയുടെ കാല് പിടിച്ച് ഈ യുദ്ധം അല്ലെങ്കിൽ ഈ ഓപ്പറേഷൻ അവസാനിപ്പിച്ചത്. അന്ന് നമ്മൾ പറഞ്ഞു ഇതുകൊണ്ടൊന്നും അവസാനിക്കില്ല, കാരണം നിങ്ങളെ ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം, ഓപ്പറേഷൻ സിന്ദൂർ തുടരും. അതുകൊണ്ടാണ് സർ ക്രീക്കിൽ ചില ചെറിയ ചെറിയ അനാവശ്യങ്ങൾ കാണിച്ചു തുടങ്ങിയപ്പോൾ തന്നെ നമ്മളവിടെ തൃശ്ശൂർ എന്ന് പറഞ്ഞ് ഒരു സേനാ വിന്യാസം നടത്തി അവരെ ഒന്ന് വിറപ്പിച്ചത്. കാരണം നമുക്ക് അടിക്കാൻ ഉദ്ദേശമില്ല, അടിക്കും വേണ്ടി വന്നാൽ അതിൻ്റെ സന്നാഹം ഞങ്ങളുടെ ഇതൊക്കെയാണ് ഇരിക്കുന്നത്, അടിച്ചാൽ ഭസ്മമായി പോകും എന്ന് കാട്ടിക്കൊടുക്കുകയാണ് ഇത്. അപ്പോഴും അവർക്ക് അടിക്കാൻ താല്പര്യമില്ല. ഇതുപോലുള്ള ക്ഷുദ്ര വിധ്വംസക പ്രവർത്തനങ്ങൾ പാകിസ്ഥാൻ്റെ ISIയുടെ പിന്തുണയോടുകൂടി ജെയ്ഷെ മുഹമ്മദോ അല്ലെങ്കിൽ അതുപോലത്തെ ടെററിസ്റ്റ് സംഘടനകളെ കൊണ്ട് നാട് മുഴുവൻ ചെയ്യിച്ച് പഴയ പോലെ കളിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നതെങ്കിൽ ആൾ മാറിപ്പോയി. ഇന്ത്യ ഗവൺമെൻറ് ഇന്ന് വേറെ മൂഡിലാണ് എന്നവരെ പഠിപ്പിച്ചിരിക്കും. അതിനുള്ള നീക്കമാണ് ഇന്ത്യ ഗവൺമെൻറ് നോക്കുന്നത്. അതിൻ്റെ നിഴലാട്ടം അവർക്ക് ഇപ്പം തന്നെ കിട്ടിയിട്ടുണ്ട്. അത് കൂടുതൽ കളിച്ചാൽ വലിയ വിപത്തുണ്ടാകുമെന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടി. ഈ പഹൽഗാം ആക്രമണത്തിൽ നമ്മൾ പിന്നീട് നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ അത് ലോകം മുഴുവൻ നമ്മൾ അറിയിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഇനി നമ്മൾ വീണ്ടും അങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തുമ്പോൾ ഒരുപക്ഷെ ലോകരാജ്യങ്ങളുടെ പിന്തുണയും കിട്ടാനുള്ള സാധ്യതയുണ്ട്. ലോകരാജ്യങ്ങളുടെ പിന്തുണ ഇപ്പോൾ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ലോകരാജ്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യക്ക് ഗുണകരമായത് ചെയ്യും. കാരണം നിങ്ങൾക്ക് ഗുണകരമായത് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അടി നിങ്ങൾ നിർത്തും, ഇഷ്ടമില്ലാത്ത അടി നിങ്ങൾ നിർത്തും, ഇഷ്ടമുള്ള അടി നിങ്ങൾ തുടരാൻ സമ്മതിക്കും. ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങിക്കും, ഇഷ്ടമില്ലാത്തടത്ത് നിന്ന് വാങ്ങിച്ചാൽ നിങ്ങൾ കുറ്റം പറയും. ഈ പരിപാടി ഞങ്ങളടുത്ത് വേണ്ട. നിങ്ങളുടെ അതേ ബുദ്ധി, കൊച്ചു ബുദ്ധി ഞങ്ങൾക്കുമുണ്ട്. അത് വെച്ചിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതിന് സാധനം വാങ്ങിക്കും, ഇഷ്ടമുള്ളവൻ്റെ കൂടെ ഞങ്ങൾ കൂടും, ഇഷ്ടമില്ലാത്തവനെ ഞങ്ങൾ വാൺ ചെയ്ത് നിർത്തും. വാണിങ്ങിൽ കേട്ടില്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ആയുധം പ്രയോഗിക്കും. ഇതാണിപ്പോൾ ഇന്ത്യയുടെ പോളിസി. ഇനി ഒരു ബോംബെ ബ്ലാസ്റ്റും ഒന്നും അങ്ങനെ ഉണ്ടായാൽ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത്തവണ തന്നെ ഇപ്പോഴുണ്ടായ ബ്ലാസ്റ്റ് തന്നെ അതൊരു ചാവേർ ആക്രമണമാണെന്നാണ് നിഗമനം. കാരണം ആൾ വന്ന് അടിക്കുകയാണ് ചെയ്തത്. അത് നമുക്ക് പലപ്പോഴും തടുക്കാനൊക്കാത്തൊരു കാര്യമാണ്. എൻ്റെ വയറ്റിൽ ബോംബും വെച്ചുകൊണ്ട് ഒരാളെ കെട്ടിപ്പിടിക്കുമ്പോൾ അയാൾക്ക് അറിയാൻ ഒക്കില്ല പെട്ടെന്ന്. അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതേസമയം ഞാൻ കയ്യിൽ വെച്ചിട്ട് ഒരെണ്ണം എറിയുകയാണെങ്കിൽ പിന്നെയും ആൾക്കാർക്ക് ഒരു സൂചന കിട്ടും. ഞാൻ മടിയിൽ വെച്ചിട്ട് ഞാൻ തന്നെ മരിക്കാനായിട്ട് അതിൻ്റെ സ്വിച്ച് ഞാൻ പല്ലിനിടയിൽ വെച്ചിട്ട് കടിച്ച് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അറിയാൻ പറ്റില്ല. എന്നിട്ട് പോലും നമ്മൾ വളരെ അലേർട്ടായിട്ടാണ് നിൽക്കുന്നത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാകും. അതിൻ്റെ ആദ്യ ഭാഗമായിട്ടാണ് നടപടി എടുത്തത്. കാശ്മീരിൽ ഈ അവിടെ ഒരു തീവ്രവാദ പോസ്റ്റർ കണ്ടപ്പോൾ അതിൻ്റെ പിന്നാലെ ഒന്ന് പോയതാണ്. അതിൻ്റെ പിന്നാലെ പോയി നോക്കിയപ്പോൾ അവിടുത്തെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ സർജനായ ഡോക്ടർ ആദിലിൻ്റെ അടുത്തേക്കാണ് അത് ചെന്നത്. അപ്പോൾ ആദിലിൻ്റെ
ആശുപത്രി മുറിയിലെ പലതും പരിശോധിച്ചപ്പോൾ ഒട്ടും ഒരു ഡോക്ടർക്ക് വേണ്ടാത്ത ഒത്തിരി സാധനങ്ങൾ അവിടുന്ന് കണ്ടെത്തുകയാണ്. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ വീടും കൂടെ പരിശോധിച്ചപ്പോൾ 2800 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ അദ്ദേഹം അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഒരു ഡോക്ടർക്ക് എന്തിനാണ് ഇത്രയും സ്ഫോടക വസ്തുക്കൾ? അവിടെ 20ഓളം ടൈമർ, ബോംബ് വയ്ക്കാനുള്ള ടൈമറുകൾ ഇരിക്കുന്നു. 2 ഡസൻ 24 റിമോട്ടുകൾ ഇരിക്കുന്നു ഇത് പൊട്ടിക്കാനുള്ളത്. അതെന്തിനാണ്? അപ്പോൾ ചോദിച്ചപ്പോൾ ഡോക്ടർക്ക് ഉത്തരമില്ല. ഡോക്ടറെ പൊക്കിയെടുത്ത് ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തതിൻ്റെ അന്ന് വൈകിട്ടാണ് ഇവിടെ ഡൽഹിയിൽ അതുപോലത്തെ മാരക സാധനം ഉപയോഗിച്ചുകൊണ്ട് ആരോ വന്ന് കാർ ഓടിച്ച് പതുക്കെ കാർ ഓടിച്ച് ഒരു ഹുണ്ടായി i20 കാറ് പതുക്കെ ഓടിച്ച് ആളുകൾ ഉള്ളിടത്ത് എത്തുമ്പോൾ ടപ്പെന്ന് അതിനകത്തിരിക്കുന്ന ആൾ ഉൾപ്പെടെ പൊട്ടിത്തെറിക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു ഇതല്ല. അത് മനഃപൂർവ്വം ചാവേറായി മാറുക. അതെ, ചാവേറായി മാറുക എന്നുള്ളതാണ്. കാരണം പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കില്ല. ഇത് എല്ലാവരും ആദ്യം പ്രതീക്ഷിച്ചത് ഇത് എന്തോ ഒരു അതിനകത്തത് ബാറ്ററി പൊട്ടിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. കാരണം ഇത് സാധാരണ പെട്രോൾ കാറല്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അത് ഗ്യാസോ അല്ലെങ്കിൽ ONGCയുടെ എന്തോ ടെക്നിക്ക് വെച്ചുള്ള കാറാണ്. അത് ബ്ലാസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് ആദ്യത്തെ നിഗമനം. പക്ഷേ ഇത് ഇത്ര വലിയ വ്യാപ്തിയിൽ വന്നപ്പോൾ അതിനടുത്ത് ഉള്ളവർക്കും കൂടെ ബോംബ് ആക്രമണം പോലെ തീ പടരുകയും ഒക്കെ ചെയ്തപ്പോഴാണ് സംശയമായി കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് ഇതിനകത്ത് മറ്റു പല ലിങ്കുകളും കണ്ടെത്താനായിട്ട് തുടക്കമിട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളൊരു ടെറർ അലേർട്ട് തന്നെയാണ് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട നഗരങ്ങൾ, തിരുവനന്തപുരം അടക്കം പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും, കേരളത്തിൽ ഉൾപ്പെടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, നമ്മുടെ DGP അടക്കം ഇപ്പോൾ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ട സമയമാണെന്നുള്ളതാണ്. ഇത് ഞാൻ ഒരാഴ്ച മുമ്പേ ഞാൻ ഇവിടുത്തെ ചാനലിൽ തന്നെ ഒരു കാര്യം, ഈ PFI PFI SDPI സ്വത്ത് കണ്ടു കെട്ടിയപ്പോൾ ഞാനിത് പറഞ്ഞതാണ്. ഇന്ത്യ ഗവൺമെൻറ് വളരെയധികം സാഗൂതം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന 2 സംസ്ഥാനങ്ങൾ, ഒന്ന് കാശ്മീരും ഒന്ന് കേരളവുമാണ്. കാരണം കേരളം ഇവർക്കൊരു സുരക്ഷിത താവളമാണ്. തീർച്ചയായിട്ടും. കാരണം നിരവധി ഇടങ്ങളിലെ പരിശീലനം, അതുപോലെ തന്നെ ഇത് സമാനമായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു കഴിഞ്ഞപ്പോൾ ഇത് വേറൊരു രൂപത്തിൽ SDPI എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ വേറൊരു രൂപമാണ്. അവർക്ക് അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സ്വഭാവം ഉണ്ടെന്ന് പുറമേ കാണിക്കുന്നു. ഇതുപോലെ തന്നെ മെക്സ് 7 അവരുടെ കായികാഭ്യാസം, ഇതൊക്കെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ വകഭേദങ്ങളാണ്. തീർച്ചയായിട്ടും. ഒരു വലിയ പരേഡും കാര്യങ്ങളൊക്കെ നടത്തി സമാന്തര പട്ടാളത്തിൻ്റെ ശൈലിയിൽ പ്രവർത്തിച്ച് നമ്മളെ കാണിച്ചതാണ്. അപ്പോൾ അപ്പോഴാണ് കേന്ദ്ര ഗവൺമെൻറ് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അതിന് മുമ്പേ ശ്രദ്ധിക്കാറുണ്ട്, പക്ഷേ എങ്കിൽ പോലും ഇത്ര വ്യാപകമായ ചില ക്രമക്കേടുകൾ കാശ്മീരിലെ പോലെ കേരളത്തിൽ നടക്കുന്നുണ്ട് എന്ന് അവർക്ക് ബോധ്യമായിരുന്നില്ല. ഇപ്പോൾ പൂർണ്ണമായും ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് കേരള ഈസ് ഇൻ സ്കാനർ. കേരളത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ ഒളിക്കാൻ ഒരുപാട് സ്ഥലങ്ങൾ സാമൂഹികമായിട്ടുണ്ടെന്ന് മാത്രമല്ല, പല രാഷ്ട്രീയ പാർട്ടികളുടെയും ഔദ്യോഗിക വിഭാഗങ്ങളുടെയും പോലീസിൻ്റെ വരെ സംരക്ഷണം ചില കാര്യങ്ങളിൽ ലഭിക്കുന്നു എന്ന് ഇന്റലിജൻസ് വിഭാഗങ്ങൾക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണല്ലോ ആ പോലീസ് വിഭാഗത്തെ അറിയിക്കാതെ ആദ്യം വന്ന് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കന്മാരെ എല്ലാം പൊക്കിയത്, രാജ്യരാമാനം പൊക്കിക്കൊണ്ടുപോയി. അതെ, കാരണം അത് ലീക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുപാടുണ്ട്. അവർക്ക് സംരക്ഷണം കൊടുക്കാനുള്ള സംവിധാനങ്ങൾ കാക്കി യൂണിഫോം ധരിച്ചവരിൽ പോലും ഉണ്ട് എന്ന് കേന്ദ്ര ഗവൺമെൻറ്റിന് അറിയാം. അവരെയൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സംസ്ഥാനത്തിൻ്റെ വിഷയമാണ് ആഭ്യന്തരം, അതുകൊണ്ട് അവർക്ക് നേരിട്ട് ഇടപെടാൻ കഴിയുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ കൃത്യമായ ഒരു സാധനം കിട്ടുമ്പോൾ പൊക്കും. മുരാരി ബാബു ഒക്കെ കണ്ടില്ലേ നമ്മൾ, വാസുവൊക്കെ വീട്ടിൽ പോയി എല്ലാ കൃത്രിമവും കാണിച്ചിട്ട് ഇരുന്നപ്പോൾ വിചാരിച്ചത് ഇനി എനിക്കൊരു പ്രശ്നവുമില്ല, റിട്ടയർ ചെയ്ത് സുഖമായി ഇരിക്കാം, അല്ലെങ്കിൽ മുരാരി ബാബു വിചാരിച്ച പോലെ നല്ലപോലെ സേവനം ചെയ്ത് സർവീസിൽ നിന്ന് എല്ലാം മാളിക പോലത്തെ വീടുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പോയി അങ്ങനെ ഇരിക്കാമെന്നാണ്. അങ്ങനെ ചിലർ ഇപ്പോഴും വിചാരിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ കേരള പോലീസിലടക്കം സർവീസിൽ അങ്ങനെയുള്ളവർ വിചാരിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെയൊക്കെ പിന്നാലെ ആരോ ഉണ്ടെന്ന് ഓർക്കുന്നത് നല്ലതാണ്. റിട്ടയർ ചെയ്ത് വെറുതെ വീട്ടിലിരിക്കുമ്പോഴായിരിക്കും പണി വരുന്നത്. എല്ലാവരും ആലോചിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ട അവസ്ഥയുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് വളരെ വിജിലൻ്റാണ്. ഇന്ത്യ ഗവൺമെൻറ് 2 കാര്യങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട്. ഒന്ന്, ഒരു മതവിഭാഗത്തിനെയും ഇനി സെപ്പറേറ്റ് ചെയ്ത് ഇന്നവരാണെന്ന് പറയാൻ അനുവദിക്കില്ല. നിങ്ങളാണ് തീവ്രവാദികളെന്ന് ഒരു മതവിഭാഗത്തിനോടും പറയാൻ അനുവദിക്കില്ല. പക്ഷേ അവരിൽ ആരാണ് തീവ്രവാദികൾ എന്നുള്ളത് കറക്റ്റായിട്ട് അവരെ തന്നെ തെളിയിച്ച് അതിൽ നിന്ന് പൊക്കിയെടുക്കും.
അപ്പോൾ അവർക്ക് ബോധ്യം വരും. അവരെ കൂടെ നിർത്തുകയും ഒപ്പം അവരിൽ ആരൊക്കെയാണോ തീവ്രവാദത്തിന് പ്രോത്സാഹനം നൽകുന്നത്, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻകാർ ആരൊക്കെയാണോ, ഡോക്ടർ ആദിലിനെ പോലെ ഇന്ത്യയിൽ ജനസേവനത്തിനെന്ന് പറഞ്ഞ് ഇന്ത്യ ഗവൺമെൻറ് സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ പണം പറ്റിക്കൊണ്ട്, ശമ്പളം പറ്റിക്കൊണ്ട്, പെൻഷൻ പറ്റിക്കൊണ്ട് ഇവിടെ ജീവിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഇന്ത്യ ഒറ്റിക്കൊടുക്കുന്ന ഏത് ഇന്ത്യൻ പാകിസ്ഥാനുണ്ടോ അവരെയും ഇന്ത്യ പിടികൂടും. അവർക്കൊക്കെ എല്ലാ നെറ്റ്വർക്കുകളും ഉണ്ട്, എല്ലാം കണ്ടും വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ സമയം ആകുമ്പോൾ ഓരോരുത്തരെയായിട്ട് പൊക്കും തൂക്കും. അതിനുള്ള നീക്കമാണ് ഇന്ത്യ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു നിരപരാധി പോലും മതത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഇന്ന മതത്തിലുള്ളവരെന്നോ പറഞ്ഞ് അപകീർത്തിപ്പെടാനോ പുച്ഛിക്കപ്പെടാനോ ഇടവരരുത്. അവരെ ചേർത്ത് പിടിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റും BJP സർക്കാരും നൽകുന്ന നിർദ്ദേശം. അതിൻ്റെ ചില നീക്കങ്ങളാണ് കേരളത്തിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.